നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ദിലീപ് അന്വേഷിച്ചോ? അന്വേഷിച്ചു മാഡം. ആകാശിന്റെ ചേട്ടൻ അരവിന്ദനെ അറസ്റ്റ് ചെയ്തു. സ്റ്റേഷനിൽ വെച്ച് അരവിന്ദനെ ചോദ്യം ചെയ്തപ്പോ അയാൾ സ്വന്തം ഇഷ്ടപ്രകാരം ഇതൊക്കെ ചെയ്തോന്നും ആകാശിന് ഈ കേസുമായി ഒരു ബന്ധമില്ലെന്ന് ഏറ്റുപറഞ്ഞു. അരവിന്ദിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ആകാശ് സാറിനെ വെറുതെ വിട്ടു. ഹലോ ഹലോ ആകാശേ, നീ പുറത്തിറങ്ങിയല്ലേ? അച്ചുകുട്ടി, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇലക്ഷനിൽ തോറ്റ പോലെ നടക്കാതെ ഒന്ന് സമാധാനപ്പെടുന്നേ. രമേശേട്ടൻ അങ്ങനെ പറയാം. ആകാശിന്റെ കാര്യം ആലോചിക്കുമ്പോ മനസ്സിന് ഒരു സമാധാനവും ഇല്ല. അമ്മാവനും ചാരുവും ഗോവിന്ദൻ മാമനും കൂടി സ്റ്റേഷനിൽ പോയിരിക്കല്ലേ. അവര് തിരിച്ചു വരുമ്പോ ആകാശം ഉണ്ടാവും. രമേശേട്ടാ, വെറുതെ ഞങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറയല്ലേ. മോളെ അനു, നിന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല. പിന്നെ എന്തോ എന്റെ മനസ്സ് അങ്ങനെയാ പറയുന്നത്. ബെറ്റിനുണ്ടോ നിങ്ങൾ രണ്ടുപേരും? ഞാൻ ജയിച്ചാ എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഒരു മട്ടൻ ബിരിയാണി വാങ്ങി തരണം. സമ്മതിച്ചോ? രമേശേട്ടാ, ഈ സമയത്തെങ്കിലും തിന്നുന്ന കാര്യം ഒന്ന് മാറ്റിവെക്കും. എനിക്ക് മട്ടൻ ബിരിയാണി തിന്നാനുള്ള കൊതി കൊണ്ടൊന്നും അല്ല അച്ചുകുട്ടി. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വാസം വരണ്ടേ, അതിനു വേണ്ടി പറഞ്ഞതാ. രമേശേട്ടൻ പറയുന്നത് പോലെ നടന്ന ഒന്നല്ല 10 ബിരിയാണി ഞങ്ങൾ വാങ്ങിത്തരും. ആണോ? ആ അശ്വതി, അനു, അമ്മാവൻ വന്നല്ലോ. അച്ഛ, പോയ കാര്യം എന്തായി? ആകാശ് എവിടെ? അവനെ വിട്ടില്ലേ? അച്ഛാ, കുഞ്ഞേട്ടൻ ഇപ്പോഴും ലോക്കപ്പിലാണോ? അല്ല മോളെ, ആകാശ് ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ട്. എടാ ആകാശേ. കുഞ്ഞേട്ടാ, നിങ്ങൾ എന്തിനാ കരയുന്നേ? ഞാൻ വന്നില്ലേ? നിന്നെ കണ്ടപ്പോഴാ എനിക്ക് മനസ്സിനൊരു സമാധാനമായേ. കുഞ്ഞളിയാ, നിന്നെ കാണാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു ഇവർ രണ്ടുപേരും. നീ വന്നോണ്ട് എനിക്ക് 10 മട്ടൻ ബിരിയാണി കിട്ടും. ഒരു തെറ്റും ചെയ്യാത്ത നിന്നെ സ്റ്റേഷനിൽ പിടിച്ചു വെച്ച പോലീസുകാരെ പറഞ്ഞാ മതിയല്ലോ. മോളെ അശ്വതി, പോലീസുകാരെ തെറ്റൊന്നും പറയണ്ട. ആകാശിനെ അറസ്റ്റ് ചെയ്യാൻ കാരണം ഇവിടുന്ന് ഓടിപ്പോയില്ലേ ഒരുത്തൻ, നിന്റെ അമ്മയുടെ മൂത്ത മകൻ. അവൻ കാരണ അച്ഛാ, അരവിന്ദനോ? അതേ മോളെ, ആ റാസ്കല എല്ലാറ്റിനും കാരണം. അവനത് ചെയ്തത് എന്തിനാണെന്ന് അറിയണം മോക്ക്. മൂന്നാറിൽ ഹണിമൂണിന് പോയ ഇവർ രണ്ടുപേരും അവിടെ സമാധാനം ഇല്ലാതെ ആ ട്രിപ്പ് മുടക്കി എത്രയും പെട്ടെന്ന് തിരിച്ചെത്തണം. എന്തുണ്ടായാലും അവന്റെ തലയെ വെച്ചങ്ങ് ചാരിക്കോണം. അവൻ എവിടെയാ, എങ്ങനെ ജീവിക്കുന്നു എന്നൊക്കെ അറിയാഞ്ഞിട്ട് ഉറക്കമില്ലാതെ കഴിച്ചു കൂട്ടുക ഞാനിവിടെ. അവനെ പറ്റി വേണം ഈ വേണ്ടാതിനൊക്കെ പറഞ്ഞുണ്ടാക്കാൻ. ഏമേ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അവനിപ്പോ എവിടെ ഉണ്ടെന്നും അവനിപ്പോ എങ്ങനെ ഇരിക്കുന്നെന്നും ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നീ ടെൻഷൻ ആവണ്ട. എന്തായമേ, നിനക്കൊന്നും മനസ്സിലായില്ലേ?
വെളിയനാട് പോലീസ്